ഹലോ, നല്ല നാടൻ രുചിയായി തയ്യാറാക്കിയ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒരു 2 സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പച്ചമുളക് ചതച്ചത്, ഞാനിവിടെ തൊണ്ടൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 10-25 എണ്ണം ഉണ്ട്, അത് ചെറുതായിട്ടൊന്ന് ചതച്ചതാണ്. പിന്നെ ഒരു ചെറിയ തക്കാളിയും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് നേരം ഇട്ട് വഴറ്റുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ ഈ ചട്ടിയുടെ ചൂടും ഒക്കെ കൊണ്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുമേ. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇത് കുറച്ച് നേരം നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. മാത്രമല്ല നമ്മൾ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഞാനിവിടെ ഇതിന് വേണ്ട മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുവാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ വേറെ ഒരു പാനിൽ ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാൻ പിന്നെ പാത്രം കഴുകാനും കൂടെ കുറച്ച് മടിയുള്ളതുകൊണ്ട് അതിൽ തന്നെ ഇട്ട് അങ്ങ് ചൂടാക്കിയെന്നേ ഉള്ളേ. ഇനി അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യാം. അടച്ചു വെക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലായതുകൊണ്ടും ഇത് നന്നായിട്ട് കുക്കാവും. ഇടയ്ക്ക് ഇതിൻ്റെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ബീഫ് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ബീഫ് വെന്ത് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. അതേപോലെ രമ്പയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കണ്ടോ, നമ്മളുടെ നാടൻ രീതിയിലുള്ള ബീഫ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.